ജനുവരി 21 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഫ്രുക്തുവോസൂസ്, വിശുദ്ധ ഔഗൂറൂസ്, വിശുദ്ധ എവുലോഗിയൂസ്, വിശുദ്ധ ആഗ്നസ്, വിശുദ്ധ എപ്പിഫാനിയൂസ്, വിശുദ്ധ മെജിൻ റാത്തൂസ്, വിശുദ്ധ പത്രോക്കളുസ്. വിശുദ്ധ ആഗ്നസ് 292-304 കാലഘട്ടത്തിലാണ് വിശുദ്ധ ആഗ്നസ് ജീവിച്ചിരുന്നത്. കുഞ്ഞാട് എന്ന വാച്യാർത്ഥമുള്ള ആഗ്നസ് റോമിൽ ജനിച്ചു. ഒരു കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ് പുണ്യവതിയെ ചിത്രീകരിക്കാറുള്ളത്. പുണ്യവതിയുടെ തിരുനാൾ ദിവസം ആശീർവദിക്കുന്ന 2 കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പുമാർ അണിയുന്ന പാലിയം നെയ്തെടുക്കുന്നത്. റോമയിൽ ജനിച്ച ഈ സുന്ദരിയെ വിവാഹം ചെയ്ത് സ്വന്തമാക്കുന്നതിന് റോമൻ യുവാക്കൾ അത്യധികം ആഗ്രഹിച്ചു. ഒരു സ്വർഗീയ മണവാളന് തന്റെ കന്യാത്വം നേർന്നിരിക്കുന്നു എന്നായിരുന്നു അവളുടെ മറുപടി. മധുരവചസ്സുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയില്ല. ഭഗ്നാശരായ കാമുകന്മാർ അവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ചു. റോമിലെ ന്യായാധിപൻ അവളോട് ജുപ്പിറ്ററിനെ ആരാധിക്കാൻ ആജ്ഞാപിച്ചു. അവൾ അതിന് വഴിപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ മർദ്ദകർ പീഡനോപകരണങ്ങളെല്ലാം അവളെ കാണിച്ചു കൊടുത്തു. ബിംബത്തിന്റെ അടുക്കലേക്ക് അവളെ വലിച്ചിഴച്ചു കൊണ്ടുചെന്ന് ധൂപം കൈകൊണ്ടെടുപ്പിക്കാൻ ആരാച്ചാരന്മാർ നിർബന്ധിച്ചു നോക്കി. എന്നിട്ടും ബിംബത്തെ ആരാധിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ചക്രവർത്തി കൽപ്പിച്ചു, അവളെ വേശ്യാഗൃഹത്തിൽ നിയോഗിക്കുമെന്ന്. യേശു തന്റെ സ്വന്തമായവരെ സംരക്ഷിച്ചുകൊള്ളും എന്നായിരുന്നു അവളുടെ മറുപടി. ഇത് കേട്ട് ക്രുദ്ധനായ ന്യായാധിപൻ ആഗ്നസിന്റെ വസ്ത്രങ്ങൾ നീക്കി നഗ്നയാകാൻ ആജ്ഞാപിച്ചു. ഇത് എത്രയും വേദനാജനകമായിരുന്നുവെങ്കിലും യേശുവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് അവൾ നിർഭയം നിന്നു. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഒരു യുവാവ് ഒഴികെ മറ്റെല്ലാവരും അവിടെ നിന്ന് പലായനം ചെയ്തു. അശുദ്ധ താല്പര്യത്തോടെ ആഗ്നസിനെ നോക്കിയ ആ യുവാവ് ഒരു മിന്നലിന്റെ പ്രകാശത്തോടെ അന്ധനായി. അർദ്ധപ്രാണനായ യുവാവിനെ അവന്റെ കൂട്ടുകാർ എടുത്തുകൊണ്ടുപോയി. തന്നെ വിവാഹം കഴിച്ചാൽ അവളെ സ്വതന്ത്രനാക്കുമെന്ന ന്യായാധിപൻ അവളെ ഗ്രഹിപ്പിച്ചു. അവൾ പ്രതിവചിച്ചു, യേശുവാണ് എന്റെ മണവാളൻ. അവിടുന്ന് ആദ്യം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവിടുത്തേത് മാത്രമായിരിക്കും. അവസാനം മരണവിധി പ്രഖ്യാപിക്കപ്പെട്ടു. ആ കുഞ്ഞു കൈകളിൽ വെച്ച കയ്യാമം ഊർന്നു പോന്നെങ്കിലും ആഗ്നസ് ആരാച്ചാരന്മാരെ സസന്തോഷം അനുഗമിച്ചു. ഒരു നിമിഷ നേരം അവൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അനന്തരം വാളിന് തന്റെ കഴുത്ത് കാണിച്ചു കൊടുത്തു. ആദ്യ വെട്ടിന് തന്നെ ആ കുഞ്ഞാടിനെ ശിരസ് നിലത്ത് വീണു. എല്ലാ രാജ്യക്കാരുടെയും നാവുകളും തൂലികകളും ഈ കന്യകയുടെ സ്തുതികൾ പാടിയിട്ടുണ്ട്. കന്യാത്വത്തിന്റെ മഹത്വത്തെ ഇവൾ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചാർത്തി എന്ന് വിശുദ്ധ ജെറോം പറയുന്നു. വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗം ഇങ്ങനെയാണ്: ഇത് ഒരു കന്യകയുടെ പിറന്നാളാണ്. അവളുടെ കന്യാത്വം നമുക്ക് അനുകരിക്കാം. ഒരു രക്തസാക്ഷിയുടെ പിറന്നാളാണ്. നമുക്ക് ത്യാഗങ്ങൾ കാഴ്ചവെക്കാം. ഇത് വിശുദ്ധ ആഗ്നസിന്റെ തിരുനാളാണ്. എല്ലാ മനുഷ്യരും വിസ്മയിക്കട്ടെ. കുട്ടികൾ പ്രത്യാശിക്കുകയും വിവാഹിതരായ സ്ത്രീകൾ ആശ്ചര്യപ്പെടുകയും അവിവാഹിതർ അവളെ അനുകരിക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ ആഗ്നസ് ഇങ്ങനെ പറഞ്ഞിരുന്നു: നിങ്ങളുടെ വാളും എൻ്റെ രക്തം കൊണ്ട് മലിനമാക്കിക്കൊള്ളുക. എന്നാൽ ക്രിസ്തുവിന് പ്രതിഷ്ഠിതമായ എൻ്റെ ശരീരത്തെ നിങ്ങൾക്ക് മലിനമാക്കുവാൻ കഴിയുകയില്ല. ഇന്നത്തെ ഓരോ യുവതികളും യുവാക്കന്മാരും ഈ ഒരു വചനം വിചിന്തനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധ ആഗ്നസിനെ റോമിലെ വെയ്നോമെന്റാനയ്ക്ക് സമീപമാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവളുടെ വധശിക്ഷ പല റോമാക്കാരെയും ഞെട്ടിക്കുകയും പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അവളുടെ മരണശേഷം അധികം താമസിയാതെ ആഗ്നസ് ഒരു പ്രിയപ്പെട്ട വിശുദ്ധയായി മാറി. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പുത്രിമാരിൽ ഒരാൾ ആഗ്നസിന്റെ ശവകുടീരത്തിന്റെ സ്ഥാനത്ത് ഒരു പള്ളി പണിതു. റോമിലെ സെന്റ് ആഗ്നസ് ദേവാലയത്തിൽ 2 കുഞ്ഞാടുകളുടെ കമ്പിളി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ കമ്പിളി പിന്നീട് പാലിയത്തിൽ നെയ്തെടുക്കുന്നു. അത് മാർപ്പാപ്പ ധരിക്കുകയും ആർച്ച് ബിഷപ്പുമാർക്ക് അവരുടെ അധികാരപരിധിയുടെ പ്രതീകമായി നൽകുകയും ചെയ്യുന്നു. അവളുടെ കന്യകാത്വവും വീരത്വവും പ്രസിദ്ധമാണ്. കൂടാതെ അവളുടെ പേര് കാനൻ ഓഫ് ദി മാസിലെ നോബിസ് ക്വെക് പെക്കറ്റോ റിബസ് എന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. വിവാഹ നിശ്ചയം കഴിഞ്ഞ ദമ്പതികൾ, പവിത്രത കാത്തു സൂക്ഷിക്കുന്ന കന്യകമാർ, തോട്ടക്കാർ, ഗേൾ സ്കൗട്ട്സ്, പെൺകുട്ടികൾ, ബലാത്സംഗത്തിന് ഇരയായവർ എന്നിവരുടെയെല്ലാം രക്ഷാധികാരിയായിട്ടാണ് തിരുസഭ വിശുദ്ധ ആഗ്നസിനെ അംഗീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ആഗ്നസെ വിവാഹമോചനം നേടി ഏകാന്തതയിൽ കഴിയുന്നവരെയും കൂദാശയില്ലാതെ വിവാഹം കഴിക്കാൻ പോകുന്ന യുവതി യുവാക്കളെയും ദൈവത്തിന് വിധേയമാകാതെ
വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങൾക്ക് പ്രലോഭനത്തിൽ ഏർപ്പെട്ട് നാശത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞവരെയും പ്രത്യേകമായി വിശുദ്ധയുടെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട വിശുദ്ധ ആഗ്നസെ, ഇങ്ങനെയുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.